ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് റിയാദിലെ ഒരു ഫ്രീ എൻട്രൻസ് പാർക്കിങ്ങിലാണ്. ഒരുപാട് ആളുകൾക്ക് അറിയാം, ഒരുപാട് ആളുകൾക്ക് അറിയാത്തവരുണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ ഫാമിലി വരുന്നവർ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനമുള്ള ആളുകൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഭയങ്കര രീതിയിലുള്ള ഫൈനൊക്കെ വാങ്ങി കൂട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ 6 മണിക്കൂറോളം നിങ്ങൾക്ക് ഒരു ഫ്രീ എൻട്രൻസ് ആണ്. നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു വലിയൊരു സ്ഥലമാണിത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉള്ളിലേക്ക് കയറിയാൽ ഇതേപോലെ ഒരു എന്താ പറയുക, ഒരു സ്ലിപ്പൊക്കെ കിട്ടും. ഈ സ്ലിപ്പ് മിസ്സാക്കരുത്. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ എന്നുള്ളത്. റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എത്തുന്നതിന്റെ ഒരു 3-4 കിലോമീറ്റർ പിറകിലായിട്ടാണ് ഈ ഒരു ഫ്രീ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇതും എയർപോർട്ട് അതോറിറ്റിന്റെ ഭാഗം തന്നെ ആയിട്ടാണ്. നമ്മൾ കയറുന്ന സമയത്ത് ഇതേപോലെ ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ ആ ഒരു ഡീറ്റെയിൽ അടക്കമുള്ള ഒരു സ്ലിപ്പ് നമുക്ക് കിട്ടും. ഈ സ്ലിപ്പ് മിസ്സാക്കരുത്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് വഴിയെ പറയാം. പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ നമുക്ക് വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. ബാത്റൂം ഫെസിലിറ്റികളുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ മസ്ജിദുകളുണ്ട്. നമുക്ക് വിശ്രമിക്കാൻ, ബാത്റൂം പോകാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിർവഹിക്കാവുന്നതാണ്. ഇവിടെ അത്രയും വിശാലമായിട്ടുള്ള പാർക്കിംഗ് ആണ്. ഇവിടെ ഡങ്കിൻ ഡോണറ്റ്സ് ഉണ്ട്, ചായ കുടിക്കാൻ. അപ്പോൾ ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 മണിക്കൂർ നേരത്തേ ഉള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞാൽ 525 റിയാൽ ഫൈനാണ്. നാട്ടിൽ ഏകദേശം 10,000 രൂപേൻ്റെ മുകളിൽ ഫൈനാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. 6 മണിക്കൂറിലധികം നിങ്ങൾ ഈ ഒരു പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാതിരിക്കുക. കാരണം ചില ആളുകളുണ്ടാവും, ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളാണെങ്കിലും ക്ഷീണത്തിൽ വന്നിട്ട് ഉറങ്ങിപ്പോവും. ഇവിടെ വന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങാം, AC ഒക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായിട്ട് ഉറങ്ങാം. അപ്പോൾ തണുപ്പായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു പക്ഷേ 6 മണിക്കൂറിൽ കൂടുതലായാൽ കണ്ടോ 525 റിയാൽ ഫൈനാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് റൂൾസുകളുണ്ട്, എങ്ങനെയാണ് പാർക്കിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. കറക്റ്റ് പാർക്കിംഗ് ഈ 2 മഞ്ഞ ലൈൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് നിങ്ങൾ പാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സായാൽ ആ ഒരു ഉത്തരവാദിയല്ല. അതേപോലെ തന്നെ ഈ ഒരു കാർഡ് മിസ്സായി പോയാൽ 100 റിയാലും ടാക്സും ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഈ റൂൾസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് മിസ്സാക്കുകയും ചെയ്യരുത്. 100 ടാക്സ് വേണം. 115 റിയാലിനടുത്ത് അതിന് വേറെയും ഫൈന് വരും. ഇനി നമ്മൾ ഫാമിലിനെ പിക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് ലഗേജുകളുള്ള സുഹൃത്തിനെ പിക്ക് ചെയ്യാൻ പോവുകയാണെങ്കിലോ ഏറ്റവും നല്ലത് നിങ്ങൾ റിയാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ താഴെ ഉള്ള പാർക്കിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യുക. അത് വെറും 10 റിയാൽ മാത്രമേ ചാർജ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ സുഹൃത്ത് പുറത്തിറങ്ങിയ ശേഷം ജസ്റ്റ് കോൾ ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രീ പാർക്കിങ്ങിൽ നേരെ ടെർമിനലിലേക്ക് പോവുക. അവരോട് തന്നെ ലഗേജും കാര്യങ്ങളും വാഹനത്തിൽ വെക്കാൻ പറയുക, പെട്ടെന്ന് കയറാൻ പറയുക. ഒരിക്കലും തന്നെ നമ്മൾ പുറത്തിറങ്ങി പോവരുത്. പുറത്തിറങ്ങി പോയി ലഗേജ് എടുക്കുക അല്ലെങ്കിൽ സുഹൃത്തിനെ കണ്ടുപിട്ടി അവനെ കെട്ടിപ്പിടിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളെ വണ്ടി വിഞ്ചി എടുത്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന് 570 റിയാൽ ഫൈൻ അടയ്ക്കണം. ഫൈൻ അടയ്ക്കാതെ ഒരിക്കലും വാഹനം അവർ തിരിച്ചു തരില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും ഈ ഒരു ടെർമിനലിൽ എത്തിയാൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നതും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പുറത്തിറങ്ങി പോയ ആളുകളെ മാത്രമേ ഉള്ളൂ ഈ വിഞ്ചി വന്ന് പൊക്കി കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്തുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ഒക്കെ ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് സൗദി ടിപ്സുകളും അതുപോലെ തന്നെ നമ്മുടെ യാത്രകളുമായിട്ടുള്ള ഒരു ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു